ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് സൗണ്ട് ഇല്ല, ഇന്ന് ഡാഡിയാണ് ഗുഡ് മോർണിംഗ്. ഇതാണ് ഞങ്ങളുടെ ഇന്നലത്തെ സ്റ്റേ. സൗണ്ടൊക്കെ എല്ലാവരും ക്ഷമിക്കുക, ഇത്ര സൗണ്ടേ ഉള്ളൂ. നല്ലൊരു എയർബിഎൻബി മേട്ടുപ്പാളയത്തിൻ്റെ അടുത്ത്. നമ്മുടെ വ്ളോഗ് ഇവിടെ ഓടിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മമ്മീന്റെ പരിപാടിയാണ് അല്ലേ? നിങ്ങളെ പരിപാടിയല്ലേ? നമ്മുടെ വ്ളോഗ് ഇവിടെ ഇട്ടിട്ട് നിറയെ വ്യൂ ആക്കാൻ വേണ്ടി മമ്മി നമ്മുടെ എല്ലാ വ്ളോഗും ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ബാത്റൂം ഉണ്ട്, മാമൻ കുളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, അതെന്താ പൂജാമുറി, ഡാഡി തേക്കണു. ഇത് കിച്ചൺ. നല്ല വലിയ വീട്. അലക്കണമെങ്കിൽ അലക്കും ചെയ്യാം, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നുണ്ട്. യെസ്, ഇനി മേലെ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് മേലെ കയറി വന്നാൽ നല്ലൊരു ബ്രിട്ടീഷ് തീം പോലെ തോന്നും. ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു സോഫ, ഇവിടെ ഒരു സോഫ, ഇതൊരു ബെഡ്റൂം. ഇവിടെയാണ് ഞങ്ങൾ ഗേൾസ് കിടന്നത്. ഇവിടെ ഒരു ബാത്റൂം, ഒരാൾ കുളിച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ബോയ്സ് റൂം. ബോയ്സ് റൂമിൽ എന്താ ഒരു ഗേളിന് പരിപാടി. പിന്നെ ഇവിടെ ഒരു ഡ്രൈയിങ് റൂം, നമുക്ക് തുണിയൊക്കെ ഉണക്കാടാ. നമ്മൾ ടവലൊക്കെ ഇട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ട്. സുഖി കുളിക്കണു. ഓൾ സെറ്റ്. നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ മേട്ടുപ്പാളയത്തിൻ്റെ അടുത്തുള്ളത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഇപ്പോഴേ വേർക്കാൻ തുടങ്ങി. ഉച്ചക്കാണ് ആതിരൻ്റെ വീട്ടിലത്തോരൊക്കെ വരുന്നത് ലഞ്ചിന്. ഇന്ന് നോൺ വെജ് ലഞ്ചാണ്, മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ ഇപ്പോഴേ വേർത്ത് വെള്ളമാവാൻ തുടങ്ങി. റെഡി ആയതൊക്കെ ഒന്ന് വെറുതെയാണ്, അവിടെ പോയി വേർക്കാനുള്ളതാണ്. ഇടി ആരെങ്കിലുമൊക്കെ വന്ന് മിണ്ടടി, സൗണ്ടേ വരില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. എനിക്ക് പുട്ട് കിട്ടിയില്ല, വെജ് ഹോട്ടലിലാണ് വന്നുള്ളത്. നമ്മൾ ദോശ ഉള്ളതൊക്കെ പറഞ്ഞിട്ട്, ഉള്ളതെല്ലാം പറഞ്ഞിട്ട് കഴിക്കാം. ഇല തിന്നോളാൻ പറഞ്ഞു, എല്ലാം തീർന്നു. മസാല ദോശ, കൽദോശ, മസാല ദോശ. ഇനി ഇവിടെ 2 ഗീ റോസ്റ്റ് വരാനുണ്ട്. ചായയും കാപ്പിയും, ചായയും കാപ്പിയും, ടീ ആൻഡ് കോഫി. അവരെത്തിയോ? അവിടെ രമ്യമ്മ ഇങ്ങനെ വന്നു. വലിയ ടി വിയിൽ വരാം. അയ്യോ ഛത്തീസ്ഗഡിൽ വലിയ നടക്കട്ടെ കുറച്ച്. നിങ്ങളെ വീഡിയോ എടുക്കണ്ട്, ഞാന് വീഡിയോ എടുക്കണ്ട്. നിങ്ങളുടെ ടി വിയിൽ കാണാം, ടി വിയിൽ വരും. ഓണം വന്നല്ലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇവിടെ പൂക്കളൊക്കെ ഇട്ടുണ്ട്, പക്ഷെ വെയിൽ നല്ല ഉള്ളതുകൊണ്ട് എല്ലാം ഉണങ്ങിപ്പോയതാട്ടോ. പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പരിപാടി? ഡേയ് നോ, ഈ ടാങ്കിനൊരു ചരിത്രം ഉണ്ട് എന്നൊക്കെ പക്ഷെ പറയണില്ല. ലഞ്ച് ടൈം. ലഞ്ച് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ട് ഇവിടെ, കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഡിഷ് പറയും? മട്ടൻ ബിരിയാണി, പിന്നെ ഇതെന്താ? ചിക്കൻ ഗ്രേവി, ഓക്കെ. താങ്ക് യു.
സ്വീറ്റിലുണ്ടോ? മട്ടൻ ബിരിയാണി, ചിക്കൻ ഗ്രേവി, തൈര് പച്ചടി, അച്ചാറ്, പിന്നെ ജിലേബി ഉണ്ട്. ഞങ്ങൾ എടുത്തില്ല, സ്വീറ്റ് ഇഷ്ടമുണ്ട്. പിന്നെ വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ വൈറ്റ് റൈസ് ഉണ്ട്, രസം ഉണ്ട്, തൈരുണ്ട്, ഐസ്ക്രീം. ഇതങ്ങനെ ഒരു റൗണ്ട് എല്ലാവരും കഴിക്കും. കല്യാണം പെണ്ണ് ചെക്കൻ എപ്പോഴേ വിട്ടിട്ട് വന്നു. ഓപ്പോസിറ്റ് കറക്റ്റ് ഓപ്പോസിറ്റ്. സീരിയസ് ഡിസ്കഷൻ. അങ്ങനെ മമ്മീനെ എല്ലാവരും ബിരിയാണിയൊക്കെ നോക്ക്, പ്രവീൺ മാമ വായൽ കഴിക്കൂല. എന്നെ കാണൂല, നിങ്ങളെ കാണും. ഇപ്പൊ ഓടാൻ പറ്റില്ലല്ലോ, മറ്റേ ഞാൻ ക്യാമറ ആയിട്ട് ഒന്ന് ഓടും. ഇപ്പൊ തിന്നുമ്പോ ഓടാൻ പറ്റില്ലല്ലോ. നീ അമ്മായിമ്മ ചായ കുടിക്കുന്നത് ഇടാതിരുന്ന എങ്ങനെ? നമ്മള് ഹോസ്റ്റ് നിങ്ങളുടെ മോനെ കെട്ടിച്ചു വിടുന്നുണ്ട്, കരയണോ? ആരെങ്കിലും ഒരാൾ തുടങ്ങിയാ മതിയെന്ന്. ഇത് പണ്ടത്തെ കസ്റ്റമാണ് കേട്ടാ. നിറകുടം പിടിച്ച വെള്ളമായിട്ട് ഒരാൾ ക്രോസ് ചെയ്ത് പോണത്ര ഇവർ പോകുമ്പോ. അയ്യോ ഞങ്ങളുടെ ചെക്കനെ കൊണ്ടുപോവല്ലേ, അയ്യോ ഞങ്ങളുടെ ചെക്കനെ കൊണ്ടുപോയി. ബൈ ബൈ. സുഖി ഇച്ചിരി സൈഡ്. സഞ്ജന വിളിക്കും. மேம்படுத்தினா நல்லா இருக்கும் அப்படிங்கிற மாதிரி ஒரு தாட் வந்துட்டு நம்ம எல்லாருக்குள்ளயும் வந்து இருக்கதான் செஞ்சுச்சு. சோ நம்ம மருத்துவமனைகிட்ட ஒரு 13 கோயிலுக்கு வந்து கிட்டத்தட்ட 21 கோடி രൂപ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വെള്ളിയങ്കാട് അല്ലേ, വെള്ളിയങ്കാട് വന്നു. എടുത്തു യെസ്. ചായയും ചായ ഇല്ലേ അല്ലെ? ആരും ചായ പറഞ്ഞില്ലല്ലോ. ലെമൺ ടീ. ചായ ഉണ്ട്. ഇന്ന് ഈ ചായക്ക് പകരം ഈ ചായ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ചായ ഉണ്ട്, കാപ്പി ഉണ്ട്. നിഷു വാങ്ങിയ വണ്ടി, നിഷു പുതിയൊരു വണ്ടി വാങ്ങിച്ചു. യെസ്, പുതിയ മീൻസ് സെക്കൻഡ്സിൽ, ബട്ട് സ്റ്റിൽ നല്ല വണ്ടിയാണ്. നമ്മളത് ഓട്ടി നോക്കാൻ വേണ്ടി വന്നതാ. ചുമ്മാ മാമൻ ഇതെടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചുമ്മാ ഓട്ടി നോക്കി. സൂപ്പർ വണ്ടി, ഗുഡ് കണ്ടീഷൻ. ഗൈസ്, ഞങ്ങൾ മൂവിക്ക് വന്നിരിക്കുകയാണ്. യെസ്, നമ്മൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ വേണ്ടി കുടുംബസമേതം വന്നിട്ടുണ്ട്. അച്ചമ്മേനടക്കം ഞങ്ങൾ തൂക്കിയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ മൊത്തം 2 വണ്ടിക്ക് ആൾക്കാരുണ്ട്. ഇപ്പൊ സമയം 10:45, മീൻസ് 10:30 10:45 ഷോന് വേണ്ടി കോയമ്പത്തൂർ ബ്രൂക്ക് ഫീൽഡ്സ് മോൾ. യെസ്, നമ്മളിതാ മൂവിക്ക് കയറുന്നു. മൂവിന്റെ റിവ്യൂ ഞങ്ങൾ മൂവി കഴിഞ്ഞിട്ട് തരുന്നതായിരിക്കും, ഷുവർ. അങ്ങനെ ഞങ്ങൾ ഡാഡി ഇപ്പുറത്തെ സൈഡിൽ. അങ്ങനെ ഞങ്ങൾ ബ്രൂക്സിലെത്തി. 5 പേര് ഇപ്പം എത്തി. ഒരു വണ്ടിക്കുള്ള 5 പേരെത്തി. ഇനി ഒരു വണ്ടി കൂടെ വന്നിട്ടിരിക്കുന്നുണ്ട്, വന്നിട്ട് കാണിക്കാം. ബാക്കി 5 ആൾ ഇതാ എത്തി. 1 2 3 4 5. ടോക്കൺ നമ്പർ 10. അച്ചമ്മ നമ്മൾ ഇന്ന് അടിപൊളി പടം കാണാൻ പോണു. ഹൈഫൈ കൈ തരി ഇങ്ങനെ. അത്ര തന്നെ. വെരി വെരി വെരി.
ഹാപ്പി ബർത്ത്ഡേ ടു യു. നിവിന് ബർത്ത്ഡേ എല്ലാരും വിഷ് ചെയ്തിട്ടിരിക്കുന്നു ഇവിടെ തിയേറ്ററിൽ. ഒന്നും കേട്ടില്ല. എടി സമയം എന്തായി കറക്റ്റ്? ഉറങ്ങിയില്ലേ? സുഖിപ്പോ പറഞ്ഞോളൂ അവിടെ എത്തിയപ്പോ സഞ്ജുവിനെ വിളിച്ചാലോന്ന്. ഞങ്ങളെ പറഞ്ഞു വേണ്ടെന്ന്. എടി ഇപ്പൊ കറക്റ്റ് എത്ര സമയം? ഇപ്പത്തെ 2:23. നമുക്ക് അച്ഛമ്മൊക്കെ ചായ കുടിക്കാൻ വന്നിട്ടിരിക്കുന്നു. നിങ്ങളുടെ അച്ഛമ്മ ഇങ്ങനെ ചെയ്യോ? ഇല്ലല്ലോ, ഞങ്ങളുടെ അച്ഛമ്മ ചെയ്യോ. ഞങ്ങളുടെ അച്ഛമ്മ കൂളാണ് അല്ലേ? എല്ലാരും ഉണ്ട് ചായ കുടിക്കാന്. മമ്മി മാത്രം വണ്ടിയിലിരുന്ന്. അതെ, MDS. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു മൂവി ബെത്ലഹേം കുടുംബ യൂണിറ്റ്? അമ്മായിക്ക് ഇഷ്ടായ? ഫാമിലിയോടെ കണ്ട പിക്ചർ സൂപ്പറായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. മൂവി പറഞ്ഞ ആള് മാത്രം കുറച്ച് തിരിച്ചില്ല. നല്ല ഉറക്ക ക്ഷീണത്തിലായിരുന്നു. അവന് റിലേറ്റബിൾ ആയില്ല തോന്നുന്നുണ്ട് ചില ജോക്സ് ഒന്നും. അച്ഛമ്മക്ക് ഇഷ്ടായ? കുടുംബത്തിലെ കഥ തന്നെയല്ലേ ഇത്. ചുറ്റില് കാണുന്ന കാര്യം. അടുത്ത വീട്ടില് ഈ ഓണം നിവിൻ പോളി തൂക്കി. രണ്ടാളും അതിന് കുറെ നാളായിട്ട് മമിതന്റെ കുറച്ചൊരു ഓവർ ആക്ടിങ് പോലെ കണ്ടിട്ട് ഇതിൽ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ആയി. അല്ല, ഓവർ ആക്ടിങ് എന്നല്ല, ആ ക്യൂട്ടി പൂക്കി ആ ഒരു ഇതിന് മാറി ഒരു ഇച്ചിരി സീരിയസ് ആക്ട് ചെയ്യാൻ കുറച്ചുണ്ടായിരുന്നു. ഫേസ് എക്സ്പ്രഷൻസ് ആകട്ടെ, ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ വേറെ ലെവല് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതെ, എല്ലാരും പ്ലീസ് വാച്ച്. ഹൗസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയില്ല നമുക്ക് ബാക്കിലൊന്നും. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഇത് വന്ന് ഏത് ദിവസത്തെ വ്ളോഗ് വരും? 61 to 62 62 ഇട്ടൂല്ലേ? 63 വരും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത പോലെ നിങ്ങളും ഫാമിലി ആയിട്ട് ഓണം എൻജോയ് ചെയ്യുക. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഹാപ്പി ഓണം. See you tomorrow.